والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضوان الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തൊരുമിച്ച് കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് താങ്ങും തണലുമായിരുന്ന ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വന്ന ആക്രമണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവർ റമദാനിൽ വിടവർ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കുടുംബപരമായി അവിടുത്തെ വ്യക്തിജീവിതത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും ഏത് വിഷമഘട്ടങ്ങളിലും അവിടുത്തെ കൂടെ സപ്പോർട്ട് ചെയ്ത് താങ്ങും തണലുമായി നിന്നിരുന്ന അവിടത്തെ ആദ്യം വിശ്വസിച്ച സ്ത്രീയായിരുന്ന, മരണം വരെ മറ്റൊരു ഭാര്യയെ പത്നിയെ സ്വീകരിക്കാതെ ആ ഒരൊറ്റ ഭാര്യയെ തന്റെ ജീവിത പങ്കാളിയായി നിലനിർത്തിയ മഹതിയായ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബിന്റെ മരണത്തിന്റെ തൊട്ടുപിറകെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് റമദാൻ 12-ന് അബൂ ത്വാലിബ് എന്നവരും 15-ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. നബിതങ്ങൾക്ക് ഇത്ര സങ്കടം, മാനസികമായ പ്രയാസം, വലിയ ടെൻഷൻ അനുഭവിച്ച ഒരു ദിവസം, ഒരു വർഷം ഉണ്ടായിട്ടില്ല. ദുഃഖവർഷം എന്ന് ഇസ്ലാമിക ചരിത്രം, മുസ്ലിം ലോകം പേര് പറഞ്ഞ വർഷമായിരുന്നു ആ വർഷം. കാരണം അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സപ്പോർട്ട് നൽകിയവരായിരുന്നു ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ. ശത്രുക്കളുടെ ആക്രമണങ്ങൾ എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കേണ്ടി വന്നത്. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല
അവിടുത്തെ ശറഫാക്കപ്പെട്ട പുണ്യ മേനിയിലേക്ക് എറിയാൻ അവർ ശ്രമിച്ചു. ത്വായിഫിലേക്ക് തന്റെ കുടുംബമാണ്, അവരിൽ നിന്ന് സംരക്ഷണം കിട്ടും, സഹായം ലഭിക്കും എന്ന നിലക്ക് ത്വായിഫിലേക്ക് ചെന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ കല്ലുകളെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചത്. അവിടുത്തെ കാല് പൊട്ടി ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ. അവസരം കിട്ടിയാൽ മുത്തുനബിയെ ആക്രമിക്കാനും കൊന്നുകളയാനും കൊന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടും ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വട്ടമിട്ട് നിൽക്കുമ്പോൾ അവിടെയെല്ലാം സംരക്ഷണത്തിന്റെ കവചമായി പ്രവർത്തിച്ചവരായിരുന്നു അബൂ ത്വാലിബ്. മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കുടുംബത്തിൽ നബി തങ്ങൾക്ക് വലിയ ഒരു അത്താണിയായിരുന്നു. 40-ാം വയസ്സിൽ ഹിറാ ഗുഹയിൽ ഏകാന്തരായി അല്ലാഹുവിൽ ലയിച്ച് ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ആ മല കയറി മുത്തുനബിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇഖ്റഇന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സർവ്വജനങ്ങൾക്കും പ്രവാചകരാണ്, റസൂലാണ്, കഴിഞ്ഞുപോയ അമ്പിയാക്കളെ പോലെയല്ല ഉത്തരവാദിത്വം ഉള്ളത്. അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തേക്കായിരുന്നുവെങ്കിൽ അങ്ങയുടെ പ്രബോധന ദൗത്യം അങ്ങനെയല്ല. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജനിക്കപ്പെടുന്ന സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യർക്കും ജിന്നുകൾക്കും എല്ലാം അങ്ങ് റസൂലാണ്, അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിലാണ് എന്ന ആ ഒരു വലിയ സമർപ്പണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഉത്തരവാദിത്വ ബോധം പേടിച്ച് എനിക്കത് നിർവഹിക്കാൻ കഴിയുമോ എന്ന അവിടത്തെ വിനയത്തിന്റെ ഭാഷ, അതിൽ പേടിച്ച് വിറച്ച് പനിച്ച് വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഈ 40-ാം വയസ്സിൽ എന്തിനാണ് മല കയറാൻ പോയത് എന്നല്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്. ഒരുപക്ഷെ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരോ സംഘടനാ പ്രവർത്തനത്തിന് പോയി അല്പം ഒന്ന് നേരം വൈകിയാൽ ഉമ്മമാര് മക്കളോട് ചോദിക്കുന്നൊരു ചോദ്യം, നേരം വൈകി വന്നാൽ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് മല കയറിയത്. ആ 40-ാം വയസ്സിൽ ഇവിടെ ഒരു വീടുണ്ടായിട്ടും ആ മല കയറി തിരിച്ച് പനിച്ചു വരുമ്പോൾ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പുതപ്പിട്ട് മൂടിത്തരാൻ ആവശ്യപ്പെടുമ്പോ പനിച്ച് വറക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്നിലേക്ക് ചേർത്തു പിടിച്ച് വല്ലാഹി വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, ഓ നബിയേ, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. അല്ലാഹു തആല നിങ്ങളെ ഒറ്റപ്പെടുത്തൂല, അല്ലാഹു തആല നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കൂല. കാരണം ഇന്നക ലതസിലുർ റഹിമ വതക്സിബുൽ മഅദൂമ വതഹ്മിലുൽ കല്ല. അങ്ങ് പാവപ്പെട്ടവർക്ക് വലിയ അത്താണിയാണ്, യതീമുകൾക്ക് വലിയ പിതാവാണ്, വിധവകളായ സഹോദരിമാർക്ക് വലിയ സംരക്ഷണമാണ്. അങ്ങനെ നന്മയല്ലാതെ, നന്മയുടെ പ്രവർത്തനങ്ങളല്ലാതെ അങ്ങിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ലാ യുഖ്സികല്ലാഹു അബദാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് പനിച്ച് വിറച്ച് വീട്ടിലേക്ക് വരുമ്പോ അവിടത്തെയോട് ചേർത്തു പിടിച്ച് ധൈര്യം കൊടുത്ത മഹദിയാണ് ഉമ്മമാരെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അവരുടെ മഹത്വം പറയാൻ നിന്നാൽ ധാരാളം പറയാനുണ്ട്. നമ്മളെ സ്ഥാപനത്തിലെ മുതഅല്ലിമീങ്ങൾ ഇറക്കിയ ഒരു പുസ്തകം ഒക്കെ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളത് വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരെ പറ്റി, ഉമ്മാമ്മമാരെ പറ്റി, അവിടത്തെ പത്നിമാരെ പറ്റി, അവിടത്തെ മക്കളെ പറ്റി 4 പുസ്തകങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ വലിയ ശ്രമം കൊണ്ട് ഓരോ വർഷവും ഇവിടെ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അത് മുതഅല്ലിമീങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അതേസമയം വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള അവതരണമായതുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, ഈ കുഞ്ഞമത്തിയാള് തിന്നണ ഫലം കിട്ടും. ചെറിയ മീന് തിന്നുമ്പോ അതിന്റെ എല്ലാ ഫലം വേഗം കിട്ടും. വലിയ കണ്ടമീനാകുമ്പോ ഒന്നാകെ ആരും വെച്ച് തരൂല, വെച്ചാൽ തന്നെ അത് മുഴുവൻ ഭാഗം തിന്നാൻ കഴിയൂല. അപ്പൊ ചെറിയൊരു പുസ്തകമാകുമ്പോ പെട്ടെന്ന് വായിക്കാൻ കഴിയും, വിഷയങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ 4 പുസ്തകവും നിങ്ങൾ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപനവുമായി ബന്ധപ്പെടണം. ഓൺലൈനിലുള്ളവരെ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഉമ്മമാരെ അത് വായിച്ചിരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളൊരു കണക്ഷനാണ്. അല്ലാതെ അതൊരു വേറൊരു പുസ്തകമല്ല, അത് നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവമാണ്. അതൊക്കെ വായിച്ച് നബിതങ്ങളോട് നമ്മൾ എപ്പോഴും ബന്ധം വേണം. അപ്പൊ ഞാൻ അതിലേക്ക് പോകല്ല, കൂടുതൽ ആവശ്യമുള്ള ഒരു പുസ്തകം വാങ്ങി വായിക്കണം. ഈ 2 പേരും നബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ഈ 2 പേരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ വലിയ ടെൻഷനായ വിഷമിച്ചു പോയ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ടെൻഷനായ അല്ലാഹു ഒരിക്കലും വെറുതെ ഇരിക്കൂലല്ലോ. അതാണല്ലോ ഹബീബും മെഹബൂബും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഹബീബിന്റെ ടെൻഷൻ ഒന്ന് മാറ്റണം, ഹബീബിന്റെ വിഷമം ഒന്ന് മാറ്റിക്കളയണം. അല്ലാഹു തീരുമാനിച്ചതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു തആല നല്ലൊരു ടൂർ സംഘടിപ്പിച്ചു. നല്ലൊരു സിയാറത്ത് ടൂർ, സിയാറത്ത് ആൻഡ് സ്റ്റഡി ടൂർ. നമ്മൾ ദർശനമൊക്കെ പോലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര അതായിരുന്നു. നബി തങ്ങളുടെ മനസ്സിലുള്ള ആ വിഷം മാറ്റിക്കളയാൻ അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യൻ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും പ്രിയം വെക്കേണ്ടത് അവന്റെ ഖാലിഖായ, അവൻ ചോദിക്കാതെ കിടങ്ങി തന്ന, ചോദിക്കാതെ വെള്ളം തന്നുകൊണ്ടിരിക്കുന്ന, ചോദിക്കാതെ ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്ന, ഒരു രൂപ പോലും ഇതുവരെ തന്ന ഓക്സിജന് ഈടാക്കാതെ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച ഒരാൾ ലോകത്തില്ല. അങ്ങനെ നമ്മളെ പരിപാലിച്ച് സ്നേഹിച്ച് പോറ്റി വളർത്തുന്ന ഖാലിഖും റാസിഖുമായ അല്ലാഹുവിനെയാണ് ഏതൊരു മുഅ്മിനും ആദ്യമായി സ്നേഹിക്കേണ്ടത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതേസമയം സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അപ്പൊ ആദ്യം സ്നേഹം, ഏറ്റവും കൂടുതൽ സ്നേഹം റബ്ബിനോടാണ്. ആ അല്ലാഹു
അല്ലാഹുവിനെ കണ്ടാൽ യഥാർത്ഥ മുഅ്മിനിന് എല്ലാ ടെൻഷനും മാറുന്നതാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരുടെ തഖ്വ, മഹാന്മാരുടെ ഇബാദത്ത് എന്തിനാണ്? ഇബാദത്ത് 3 വിധമാണ്. ഒന്ന്, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ, അല്ലാഹുവിൽ നിന്ന് സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതും ഒരു ഇബാദത്താണ്. രണ്ടാമത്തെ ഇബാദത്താണ് അല്ലാഹുവിനെ ഇബാദത്തെടുക്കുമ്പോ അവൻ ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നമുക്ക് തരും. മൂന്നാമത്തെ ഇബാദത്ത് നരകത്തിൽ കടക്കുന്നത് പ്രശ്നമല്ല, സ്വർഗത്തിൽ കടക്കാതിരിക്കുന്നതും പ്രശ്നമല്ല. അവൻ ബഹുമാനം തന്നാലും തന്നില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ റബ്ബിനെ ഒന്ന് കണ്ടുമുട്ടണം. ഇദാ അഹബ്ബ അബ്ദുൽ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന് നമ്മളെ ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ വല്ലാത്ത ആഗ്രഹം തന്നെ. അതുകൊണ്ടാണ് മഹാന്മാരുടെ ഇബാദത്ത് അങ്ങനെയായത്. ഏറ്റവും താഴെ തട്ടിലുള്ള ഇബാദത്താണ്, ഏറ്റവും ദറജ കുറഞ്ഞ ഇബാദത്താണ് സ്വർഗം കിട്ടാനുള്ള ഇബാദത്ത്. അതെങ്കിലും നമുക്ക് വേണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇബാദത്ത്. എന്നാൽ ഏറ്റവും ദറജ കൂടിയ ഇബാദത്താണ് സ്വർഗം. അവരുടെ വിഷയമല്ല. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി. അതേ മഹാന്മാര് പാടിയില്ലേ, അവർ ഇബാദത്തെടുക്കുന്നതിന്റെ ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശനമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലുമല്ല. അതുകൊണ്ടല്ലേ ഉമ്മമാരെ മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പറഞ്ഞതെന്താണ്? റബ്ബേ, ഞാൻ നിസ്കരിക്കുന്നത്, ഞാൻ നോമ്പെടുക്കുന്നത്, ഞാൻ സ്വതക്ക ചെയ്യുന്നത്, ഞാൻ സൽക്കർമ്മങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്നത് നരകശിക്ഷ പേടിച്ചത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരം നീ നരകത്തിൽ എറിയണം, സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ടുമല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരം സ്വർഗത്തിലിടേണ്ടതില്ല. എൻ്റെ ലക്ഷ്യം ലിഖാഅക യാ അല്ലാഹ്, നിന്നെ ഒന്ന് കണ്ടുമുട്ടലാണ്. ഇതിനകത്ത് സ്വർഗമൊന്നും വേണ്ടെന്നല്ല, റബ്ബിനെ കണ്ടുമുട്ടലാണ്. എനിക്ക് എന്റെ റബ്ബിനൊന്ന് കാണണം, എനിക്ക് എന്റെ റബ്ബിനൊന്ന് കാണണം. ഇതാണ് യഥാർത്ഥ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചാൽ അവനെല്ലാം കിട്ടും. ഇദാ അഹബ്ബ അബ്ദുൽ ലിഖാ അല്ലാഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഒരാഗ്രഹം ഉണ്ടായാൽ ഹബ്ബല്ലാഹു ലിഖാ, അല്ലാഹു തിരിച്ചു നമ്മളെ പരിഗണിക്കും. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അവ ഉമ്മമാരെ, നമ്മുടെ അമലുകളൊക്കെ നന്നാവണം. അതേ പരിശുദ്ധമായ റജബ് നമ്മിലേക്ക് കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ ഈ സങ്കടം തീർക്കാൻ അല്ലാഹു തആല വലിയ പരിഹാരം കൊടുത്ത യാത്രയാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. ആ ഇസ്രാ മിഅ്റാജ് യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ മനസ്സിന് സമാധാനം കൊടുക്കാൻ അല്ലാഹു വെച്ച യാത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് തന്റെ നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടാണ്, അല്ലേ? അതുകൊണ്ട് അല്ലാഹുവിനാണ് കാണിച്ചു കൊടുത്താൽ, റബ്ബിനെ തന്നെ അങ്ങോട്ട് കണ്ട് സംസാരിച്ചാൽ, പിന്നെ ഖദീജ ഉമ്മ പോയ വിഷമം, അബൂ ത്വാലിബ് പോയ വിഷമം, അതൊക്കെ അങ്ങോട്ട് മറന്നു കളയല്ലോ. അങ്ങനെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഈമാനുള്ളവരില്ലല്ലോ. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടം റബ്ബിനോടാണ്. ആ റബ്ബിനെ കണ്ടുമുട്ടിയാൽ പിന്നെ ബാക്കിയൊക്കെ അങ്ങ് മറന്നുപോയിക്കോളും, ആ ടെൻഷൻ അങ്ങ് മാറിക്കോളും എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് 40 ദിവസം അല്ലെങ്കിൽ 2 മാസം അന്നത്തെ കാലത്ത് യാത്രയുണ്ട്. ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ആ ഹറമിൽ നിന്ന് അഖ്സയിലേക്ക് യാത്രയുണ്ട്. അത്രയും ദൂരം
ആ ചെറിയ രാത്രിയിലെ ചെറിയ സമയം അല്ലാഹു തആല പ്രയോഗിച്ചത് തന്നെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ. അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി യാത്ര എന്നാണ്, രാപ്രയാണത്തിനാണ് അസ്റാ എന്ന് പറയാ. എന്നിട്ട് വീണ്ടും ലൈലൻ എന്ന് പറയാൻ കാരണം വളരെ കുറഞ്ഞ സമയം എന്ന് കാണിക്കാനാണ്. അപ്പൊ ആ രാത്രിയിലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ ഹറമിൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സാ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്ത് അവിടെ എല്ലാ അമ്പിയാക്കളും വഫാത്തായവരും ജീവിച്ചിരിക്കുന്നവരും എല്ലാ അമ്പിയാക്കളും മസ്ജിദുൽ അഖ്സയിൽ നബി തങ്ങൾക്ക് സ്വീകരണം കൊടുക്കാൻ ആ കമ്മിറ്റിയിൽ മെമ്പർമാരായി അവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഇമാമത്ത് നിന്ന് അവരുടെ അരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അതാ ആകാശത്തേക്ക് യാത്ര പോവുകയാണ്. 7 ആകാശവും മറികടന്നു എല്ലാ സ്പേസും കഴിഞ്ഞ് സൂപ്പർ സ്പേസ് ആകുന്ന മുഖദ്ദസായ അല്ലാഹുവിന്റെ സവിധത്തിൽ ചെന്ന് അവിടുന്ന് സംസാരിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോന്ന അതേ സൂറത്തുൻ നജ്മിൽ അത് പറയുന്നുണ്ട്. വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. ഒരു ഹബീബായ നബി തങ്ങളോട് അല്ലാഹുവിന് സംസാരിക്കാൻ എന്തെല്ലാം ഉണ്ടോ, ഹബീബായ നബി തങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം അവിടെ വെച്ചവർ സംസാരിക്കുന്നു. മാ കദബൽ ഫുആദു മാ റആ. നിഷേധിക്കാൻ ആർക്കും കഴിയില്ല, നിഷേധിക്കാൻ ആർക്കും കഴിയൂല. ഈ യാത്ര നടന്ന ദിവസം റജബ് 27. അതോടെ അത് പറയാൻ കാരണം റജബ് 27 നടന്ന ദിവസം 27ന്റെ രാവാണ്. അതുകൊണ്ടാണ് ആ സന്തോഷം കൊണ്ട് 27 നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതിനും തെളിവ് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, മുഹറം 10 നോമ്പ് സുന്നത്താകുന്നത് എന്തുകൊണ്ടാണ്? മൂസാ നബി അലൈഹിസ്സലാമിനെ അവിടത്തെ ബനൂ ഇസ്രായേലുകാരെയും ഫിറഔനിന്റെയും സംഘത്തിന്റെയും ആ ക്രൂരകൃത്യത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസം. അപ്പൊ മൂസാ നബിക്ക് വലിയ സന്തോഷമുണ്ടായ ദിവസമാണ് മുഹറം 10. അതിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് നന്ദി ചെയ്യലാണ് മുഹറം 10ന്റെ നോമ്പ്. അപ്പൊ സന്തോഷത്തിന് ശുക്ർ ചെയ്യാനാണ് അവിടെ നോമ്പ്. ഇതുപോലെ നബി തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തും അബൂ ത്വാലിബ് എന്നവരുടെ മരണവും രണ്ടും ഒരേ സമയം വന്ന് മുത്തുനബിയുടെ മനസ്സ് വല്ലാതെ പൊട്ടി നിൽക്കുമ്പോ ആ ടെൻഷൻ എല്ലാം മാറ്റിക്കളഞ്ഞ് അല്ലാഹു ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിനെ കണ്ട് സംസാരിക്കലാണ്. അതുകൊണ്ടല്ലേ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ, സ്വർഗ്ഗത്തിൽ കടന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണുമ്പോ അല്ലാഹുവുമായി അവർ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോ അല്പം കഴിഞ്ഞ് അല്ലാഹു തആല മറയുമ്പോ സ്വർഗ്ഗത്തിലുള്ള ആളുകൾ വിളിച്ചു പറയും, അല്ലാഹുവിനെ കാണാത്ത സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ട. അത്രമാത്രം അനുഭൂതിയാണ്, അത്രമാത്രം എൻജോയ്മെന്റ് ആണ്, അത്രമാത്രം അവർണ്ണനീയമാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സുഖം. ആ സുഖത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനേക്കാളും വലിയ സന്തോഷമേതാണ്. ആ സന്തോഷം കിട്ടിയ റജബ് 27ന്റെ ദിവസം നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് റസൂലുള്ളാഹിനെ നിന്ദിക്കലാണ്, റസൂലുള്ളാഹിന്റെ സന്തോഷത്തിന് അവമതിക്കലാണ്. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് റജബ് 27 നോമ്പ് സുന്നത്തുണ്ടെന്ന് പറയാൻ കാരണം. നമ്മളിങ്ങനെ തെളിവ് അന്വേഷിച്ചിടന്ന് മരിച്ചോളം തെളിവ് കിട്ടൂല.
മരിക്കോളം അവർക്ക് തെളിവിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ ദിവസമാണ് അല്ലാഹുവിനെ കാണൽ. അങ്ങനെ അല്ലാഹുവിനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സമ്മാനം കൊണ്ടുവന്നു തന്നു. എന്താണ് ആ സമ്മാനം? നബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ സവിധത്തിൽ വെച്ച് കിട്ടിയ അതേ ഗിഫ്റ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കും കൊണ്ടു തന്നത്. എന്താണ് ആ ഗിഫ്റ്റ്? അല്ലാഹുവിനെ കണ്ട് സംസാരിക്കാനാണ് മുത്തുനബിക്ക് അവസരം കിട്ടിയത്. അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കുന്ന എന്റെ ഉമ്മത്തിനും ഇതേ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം. അല്ലാഹുവിനോട് സംസാരിക്കുന്ന നിസ്കാരം അത് നബി തങ്ങൾ നമുക്ക് ഗിഫ്റ്റായി കൊണ്ടു തന്നു. അത് നബി തങ്ങൾ നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ്. നമ്മൾ അജ്മീറിൽ പോയാല് നല്ല ഇറാഖിൽ പോയി നിൽക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മളൊരു യാത്ര നടത്തി അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ ഇതുപോലെയുള്ള യാത്രകളിലൊക്കെ സാധിക്കും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്, ഇമാം നബി റളിയല്ലാഹുവിന്റെ മാസമാണ്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാർ പറയും. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മളൊരു യാത്ര നടത്തുമ്പോ അവിടുന്ന് നമ്മള് സാധാരണ കഴിക്കാത്തൊരു ഭക്ഷണം, സാധാരണ ഇവിടുന്ന് കഴിക്കാത്ത ഭക്ഷണം തന്നെയാണ് അവിടെ കിട്ടുക. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് വല്ലാതെ നമ്മളെ ഹഠാത് ആകർഷിച്ച ഒരു ഭക്ഷണം കാണുമ്പോ നമ്മളിങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളും കരുതും കേടുവരൂല്ലെങ്കിൽ ഇത് കുറച്ച് മക്കൾക്ക് കൊണ്ടേ കൊടുക്കാം അല്ലെ. അജ്മീറിലൊക്കെ പോകുമ്പോ ഒരു സ്പെഷ്യൽ മുട്ടായി കാണുകയാണെങ്കിൽ അവിടെ എത്തോളം കേടുവരാത്ത സാധനമാണെങ്കിൽ അത് ഉമ്മാക്കും ഉപ്പാക്കും ഭാര്യക്കും മക്കൾക്കും സഹോദരിമാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് സ്നേഹമുള്ളവരുടെ ഡ്യൂട്ടിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇസ്രാ മിഅ്റാജിൽ നബി തങ്ങൾക്ക് കിട്ടിയ അവസരം എന്താ? അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരമാണ്. അപ്പൊ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ ഉമ്മത്ത് ഈ ഒരു വലിയ യാത്രയിൽ ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? അജ്മീറിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി കൊണ്ടേ കൊടുക്കേണ്ടത് അതേതാ? അല്ലാഹുവിനോട് സംസാരിക്കലാണ്. അപ്പൊ അതേ മുട്ടായി അല്ലെങ്കിൽ അതേ ഗിഫ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൊണ്ടുവന്നു. അതാണ് നിസ്കാരം. അതാണ് 5 വഖ്ത് ഫർള് നിസ്കാരം. റബ്ബിനോടുള്ള മുനാജാത്തല്ലേ നിസ്കാരം. നബി തങ്ങൾ കണ്ട് സംസാരിച്ചു, നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ റജബ് മാസം വലിയ സമ്മാനമായി കിട്ടിയ, നിസ്കാര സമ്മാനമായി കിട്ടിയ മാസമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, റമദാനിൽ നമുക്ക് ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലി അതെല്ലാവർക്കും കിട്ടും. പക്ഷെ അത് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പോയാൽ 70 റുപ്യക്ക് ഇപ്പോൾ 1 കിലോ നീന്തൽപ്പഴം കിട്ടും. ചിലപ്പോൾ നാളെ ചെന്നാൽ 3 കിലോ 100 റുപ്യക്കും കിട്ടും. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് നല്ലോണം നോക്കി നട്ട് വളർത്തി ഉണ്ടാക്കിയതാണ്, മറ്റേത് ഇങ്ങനെ കുട്ടി ഉണ്ടായി പേരക്കുട്ടി അത് അങ്ങനെ ഉണ്ടായതാണ്. എപ്പോഴും പറയും അത് പിന്നെ പറിച്ചിട്ട് വേറെ നട്ടാലേ നല്ല പഴം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാല് അതങ്ങനെ നമ്മൾ നോക്കി നടത്തിയാലേ നല്ല ക്വാളിറ്റി ഉള്ള പഴം കിട്ടുള്ളൂ. അപ്പൊ എന്നതുപോലെ റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ, റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർദിന്റെ ഫലമാ പൊന്നെ, അത് ഉറപ്പാണ്, അത് കിട്ടും നമുക്ക്. പക്ഷേ അതിന് ക്വാളിറ്റി ഉള്ള ഫർദിന്റെ കൂലി കിട്ടണമെങ്കിൽ റജബിലേ നമ്മൾ തുടങ്ങണം. അപ്പൊ നിസ്കാരത്തിന്റെ മാസമാണ്. തഹജ്ജുദ്, വിത്ർ, റവാത്തിബുകൾ, ദുഹ പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തി അങ്ങനെ റജബിലും ശഅബാനിലും നന്നായി നട്ടു വളർത്തി റമദാനിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫലം കൊയ്യാൻ റമദാനിലേക്ക് നമ്മൾ എത്തണം. അതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന ആ പ്രാർത്ഥനയുടെ അർത്ഥം. ആ പ്രാർത്ഥന എപ്പോഴും ദുആ ചെയ്യൽ സുന്നത്താണ്. അല്ലാഹു തആല നല്ല ഇഖ്ലാസോടെ നല്ല മനസ്സോടെ റമദാനിലെത്താൻ അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.